ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ഐഫോൺ 17 എയർ അൺബോക്സ് ചെയ്ത് നോക്കാം. എല്ലാവരും വെയിറ്റ് ചെയ്ത ഡിവൈസ് ആണ് ഐഫോൺ 17 എയർ. എന്താണ് പുതിയ നമുക്ക് നോക്കാം. എന്തായാലും അനൗൺസ് ചെയ്തപ്പോൾ തൊട്ട് കയ്യിൽ കിട്ടാൻ വെയിറ്റ് ചെയ്തിരുന്ന ഒരു ഫോണാണ് ഈ ഐഫോൺ എയർ. എനിക്ക് ഏറ്റവും ഇംപ്രസീവായിട്ട് തോന്നിയ ഒരു ഡിവൈസാണ് നമ്മുടെ ഈ പുതിയ ഐഫോൺ എയർ. കാരണം ഏറ്റവും തിന്നായിട്ടൊരു ഇറക്കിയാണ്. അപ്പോൾ നമുക്ക് ഇത് അൺബോക്സ് ചെയ്തിട്ട് അകത്തുള്ള എന്താണെന്ന് നോക്കാം. ഓക്കെ, ഞാൻ ഈ സംഭവം ആക്ച്വലി ആപ്പിൾ സ്റ്റോറിൽ പോയപ്പോൾ കയ്യിൽ പിടിച്ച് നോക്കിയായിരുന്നു. പക്ഷേ എൻ്റെ പൊന്നോ, ഏറ്റവും തിൻസാണ് ഇതുവരെയും പിടിച്ചിട്ടുള്ളത് വെച്ച് ഏറ്റവും തിൻ ഫോണാണ്. എനിക്ക് തോന്നുന്നത് ലോകത്ത് തന്നെ ഏറ്റവും മൂന്നാമത്തെ തിന്നസ്റ്റ് ഫോണാണ്. ആപ്പിൾ എന്തായാലും ഇറക്കിയിൽ വെച്ചുള്ളതിൽ ഏറ്റവും തിന്നസ്റ്റ് ഫോണാണ് ഈ സാധനം. വെറും 5.6 മില്ലിമീറ്റർ തിന്നാണ് സാധനം. ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മുടെ ഐഫോൺ 17 പ്രോ കൈ പിടിച്ചപ്പോൾ ഒരു പ്രീമിയം ഫീൽ ഇല്ലാണ്. പക്ഷേ എന്തായാലും ഈ ഒരു ഐഫോൺ എയർ കൈ പിടിക്കുമ്പോൾ നല്ലൊരു പക്ക പ്രീമിയം ഫീലുണ്ട്. കാരണം അത് നേരത്തെ ഒരു ടൈറ്റേനിയം ഡിസൈനും ഒരു സ്റ്റെയിൻലെസ് സ്റ്റീൽ പോലത്തെ ഫിനിഷിങ് കൊടുത്തിട്ടുണ്ട്. അപ്പം മൊത്തത്തിലൊരു പ്രീമിയം മെറ്റീരിയൽസാണ്. പക്ഷേ കുറച്ച് സംഭവങ്ങൾ എടുത്ത് മാറ്റിയിട്ടുണ്ട്. ക്യാമറയും സ്പീക്കറും ബാറ്ററിയുടെ സൈസും ഒക്കെ കുറച്ചെന്ന് പറഞ്ഞാലും സാധനം കൈ പിടിക്കുമ്പോൾ ഒരു ലക്ഷറീസ് ഫോണിൻ്റെ ഫീലിംഗ് ആണ്. ഞാൻ ഈ ഒരു വോയിസ് ഓവർ ചെയ്യുമ്പോൾ പോലും എൻ്റെ കയ്യിൽ ഇത് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം വളരെ തിന്നാണ് ഈ സാധനം. എനിക്ക് ഈ ഫോൺ ഏറ്റവും ഇഷ്ടപ്പെടാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് 6.5 ഇഞ്ചസാണ് ഇതിൻ്റെ ഡിസ്പ്ലേ സൈസ്. നമ്മുടെ പ്രോ മാക്സ് നോക്കിയാൽ 6.9 ഇഞ്ച്. അപ്പോൾ അത് കുറച്ച് വലുപ്പമില്ല. പിന്നെ നമ്മുടെ പ്രോ ആണെങ്കിൽ 6.3 ഇഞ്ച് വേണം. അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെ നടുക്കായിട്ടുള്ളൊരു പെർഫെക്റ്റ് സൈസിലാണ് ഈ ഐഫോൺ എയർ ഇറക്കിയേക്കുന്നത്. പിന്നെ ഈ സംഭവത്തിൻ്റെ തിക്നെസ്സും കുറച്ചുകൊണ്ട് ആ ഒരു വലിപ്പ വ്യത്യാസം നമ്മൾ അറിയത്തില്ല ഡിസ്പ്ലേയുടെ കാര്യത്തിലുള്ള. ഞാനിപ്പോൾ ഈ നമ്മുടെ ആപ്പിൾ പെൻസിലുമായിട്ട് കമ്പയർ ചെയ്യുന്ന തിന്നസ് വളരെ തിൻ സാധനമാണ്. പിന്നെ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ നോർമൽ ഐഫോണുമായിട്ട് കമ്പയർ നോക്കാം. പക്ഷേ സംഭവം കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല, കാരണം അത്രയ്ക്ക് തിന്നാണ്. ഇതിന് ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പ്ലറ്റോ എന്ന് പറയുന്ന മേളത്തെ ക്യാമറ ഇരിക്കുന്ന ഭാഗത്താണ് ഇതിൻ്റെ സകല സെൻസറും കുടച്ചക്കറും ചിപ്പും എല്ലാം കയറ്റി വെച്ചേക്കുന്നത്. അപ്പം അതെല്ലാവർക്കും ചെറിയ ഏരിയയിൽ ഫിറ്റ് ചെയ്യാൻ പറ്റില്ലോ എന്ന് പറയുന്നതിൻ്റെ വലിയൊരു കാര്യമാണ്. കണ്ടാൽ നമുക്ക് അത്രയ്ക്കും എടുത്ത് നിൽക്കത്തില്ല കേട്ടോ. കാരണം ഞാൻ ഓർത്ത് വലിയൊരു ക്യാമറ ബമ്പായിരിക്കണം. പക്ഷേ അത്രയ്ക്കും ഒരു ക്യാമറ ബമ്പായിട്ടില്ല. നമുക്ക് മെയിൻലി ആ ഒരു ബോഡി തന്നെയാണ് പിടിക്കുമ്പോൾ ഫീൽ ചെയ്യുന്നത്. അതാണ് വളരെ കംഫർട്ടബിൾ ആണ് പിടിക്കാനും. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഈ ഒരു ഐഫോൺ എയർ കടയിൽ പോയി ഉപയോഗിച്ച് നോക്കണം. എനിക്ക് തോന്നുന്നു നിങ്ങൾ ഉപയോഗിച്ചാൽ ഈ സംഭവം ഇഷ്ടപ്പെടും. കാരണം ഞാൻ ഐഫോൺ പ്രോ ഓർഡർ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാൻ ടെംപ്റ്റഡാണ് ഈ ഐഫോൺ എയറിലേക്ക് മാറാൻ വേണ്ടി. എന്തായാലും ഒരു 1.5-2 ആഴ്ച ഈ സംഭവം ഉപയോഗിച്ച് നോക്കിയിട്ട് എങ്ങനെയുണ്ടോ നോക്കി നമുക്ക് തീരുമാനിക്കാം മാറണം വേണ്ടിയാണ്. അപ്പോൾ ഞാൻ നേരത്തെ കാണിച്ച പോലെ നമ്മുടെ ഐഫോൺ പ്രോയുമായിട്ടൊക്കെ ഇതിൻ്റെ സൈസ് കമ്പയർ ചെയ്യാനേ പറ്റില്ല. കാരണം അത്രയ്ക്കും തിന്നാണ് സാധനം. വേറൊരു ക്ലാസ് ആണ്. കാരണം ഇതൊരു അതുകൊണ്ടാണ് അവർ ഇത് ഐഫോൺ 17 എയർ അല്ലാതെ ഐഫോൺ എയർ എന്ന് പറയുന്നത് പുതിയൊരു സംഭവം തന്നെ ആയിട്ട് ഒരു ഇറക്കിയേക്കുവാണ്. എന്തായാലും ഇതിൻ്റെ ഭാവി ജനറേഷൻസ് കുറച്ചുകൂടെ നല്ല ബാറ്ററി ലൈഫും ഭാവിയിലുള്ള നമ്മുടെ എല്ലാ ഫോണും ഇങ്ങനെ ആകട്ടെ. ഈ സംഭവം എനിക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ട് എന്തായാലും ഇതാണ് ഞാൻ എൻ്റെ ഒരു മെയിൻ ഫോണായിട്ട് ഇപ്പോൾ സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ഐഫോൺ 17 എയറിന്റെ മാഗ്സേഫ് ബാറ്ററി പാക്ക് തുറന്നു നോക്കാം. അത് എന്തായാലും ആവശ്യം വരും ഞാൻ ഈ ഐഫോൺ എയർ ഒരാഴ്ച ഉപയോഗിച്ച് നോക്കുമ്പോൾ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഐഫോൺ എയറിന് വേണ്ടി കിട്ടിയ ആ മാഗ്സേഫ് ബാറ്ററി പാക്ക്. ഇത് ആക്ച്വലി ആപ്പിൾ നമ്മുടെ ഐഫോൺ എയറിന് വേണ്ടി മാത്രമായിട്ട് ഉണ്ടാക്കിയൊരു ബാറ്ററി പാക്കാണ്. അതാണെങ്കിൽ അവർ ഐഫോൺ എയർ റിലീസ് ചെയ്ത എക്സാക്ട് സെയിം സമയത്താണ് ഇതും റിലീസ് ചെയ്തത്. ആക്ച്വലി ഇപ്രാവശ്യമുള്ള ലൈനപ്പിൽ വേറെ ഒരു ഫോണിനും ആയിട്ട് ഒരു പ്രത്യേകിച്ചൊരു ബാറ്ററി പാക്ക് ഉണ്ടാക്കിയിട്ടില്ല. പണ്ടൊരു മാഗ്സേഫ് ബാറ്ററി പാക്ക് ഉണ്ടായിരുന്നു 3-4 ഐഫോണിൻ്റെ ജനറേഷന് മുമ്പേ. അതിനുശേഷം ഇപ്പോഴാണ് അവരൊരു ഫോണിന് വേണ്ടിയായിട്ടൊരു മാഗ്സേഫ് ബാറ്ററി പാക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് പൊട്ടിച്ച് നോക്കിയിട്ട് നോക്കാം നമുക്ക് കയ്യിൽ എങ്ങനെ ഉണ്ട് പിടിക്കുമ്പം. എന്തായാലും നല്ല പാക്കേജിംഗ് ആണ് ബാറ്ററിക്കാണെങ്കിലും. പക്ഷേ $99 അവർ ഈ ഒരു മാഗ്സേഫ് ബാറ്ററി പാക്കിന് മേടിക്കുന്നത്. അതെ, $99 ഇതിൻ്റെ ഈ ബാറ്ററി പാക്കിൻ്റെ വില. അപ്പോൾ നമുക്കിതൊന്ന് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. ഒരു പ്ലാസ്റ്റിക് ഇഷ് മെറ്റീരിയലാണ് ഈ ഒരു ബാറ്ററി ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ ഒരു സിലിക്കോൺ കോട്ടിംഗ് ഉണ്ട് പുറത്ത്. ഇത് എക്സാക്ട്ലി നമ്മുടെ ഐഫോൺ എയറിൻ്റെ ഒരു സൈസിലായിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ബാറ്ററി പാക്കാണ്. ഞാനിപ്പോൾ നമ്മുടെ പഴയ ബാറ്ററി പാക്ക് കാണിക്കാം. ഇതാണ് പണ്ടൊരു ഐഫോൺ 13 14 ആദ്യം നമ്മൾ ഈ മാഗ്സേഫ് ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പം അവരിറക്കിയ ബാറ്ററി പാക്ക്. എനിക്ക് ഐഫോൺ 12 തോന്നുന്നു. അപ്പം ഇത് ഇപ്പോഴത്തെ ഈ ബാറ്ററി പാക്ക് നമ്മുടെ ഐഫോൺ എയറിൽ പക്കാ ഫിറ്റാണ്. പക്ഷേ ഈ എയറിന് വേണ്ടി മാത്രമായിട്ട് ഡിസൈൻ ചെയ്ത ഈ ബാറ്ററി പാക്ക് വേറെയുള്ള ഒരു ഐഫോണിൽ ഫിറ്റ് ആകില്ല. പക്ഷേ നമുക്ക് നേരത്തെ ഉണ്ടായിരുന്ന ബാറ്ററി പാക്ക് ഈ എയറിലും ബാക്കിയുള്ള ഫോണിലും ഒക്കെ ഫിറ്റ് ആകുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് മാർക്കറ്റ് പ്ലേസിലോ എവിടെയെങ്കിലും ഒക്കെ നിങ്ങൾക്ക് പഴയ ഒരെണ്ണം കണ്ടുപിടിക്കുമെങ്കിൽ മേടിക്കാം. ഞാനിപ്പോൾ സൈഡ് ബൈ സൈഡ് വെച്ച് നോക്കുമായിരുന്നു ഈ ബാറ്ററി പാക്ക് വെച്ചിട്ടുള്ള നമ്മുടെ 16 പ്രോ ആയിട്ടുള്ള സൈസ്. എന്തായാലും 16 പ്രോയിനേക്കാളും സൈസ് ഉണ്ട് നമ്മൾ ഈ ഒരു ബാറ്ററി പാക്ക് വെച്ച് ചെയ്യുമ്പം. ഇപ്പോഴത്തെ പ്രോയിനേക്കാളും സൈസ് വരും. അതുകൊണ്ട് ബാറ്ററി പാക്ക് വെച്ച് ചെയ്യുമ്പോൾ ആ ഒരു ഐഫോൺ എയറിൻ്റെ ഒരു തിക്നെസ്സിൻ്റെ ഒരു ഗുണം എന്തായാലും പോയി കിട്ടും. അതുകൊണ്ട് നല്ലൊരു തിക്ക് സംഭവമാകും ഈ ഒരു ബാറ്ററി പാക്ക് വെച്ചാൽ. അതെനിക്ക് ആൾക്കാർ ഒരു അത്യാവശ്യത്തിന് വേണ്ടി ബാക്കപ്പ് ആയിട്ട് വെച്ചേക്കുന്ന ബാറ്ററി പാക്കാണ്. അത് ആവശ്യം വരാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പക്ഷേ ആവശ്യം വന്ന് അല്ലെങ്കിൽ ഫുൾ ടൈം ഈ ബാറ്ററി പാക്ക് വെച്ചുകൊണ്ട് നടക്കേണ്ട അവസ്ഥയാണെങ്കിൽ ആ ഒരു തിൻ ഐഫോൺ മേടിച്ചതിൻ്റെ പർപ്പസ് യൂസസ് അല്ലാതായി പോകും. അപ്പോൾ ഞാൻ പറയാം, നേരത്തെ നമ്മുടെ ഒരു പ്രീവിയസ് ജനറേഷൻ മാഗ്സേഫ് ബാറ്ററി പാക്കിനെ പോയി വെച്ചേക്കുവാണ്. ഇത് കയ്യിൽ പിടിക്കുമ്പോൾ നമുക്ക് ആക്ച്വൽ സുഖം ഉണ്ട് കേട്ടോ. എനിക്ക് നേരത്തെ ഇതിനുവേണ്ടി ഡിസൈൻ ചെയ്ത ബാറ്ററി പാക്കിനേക്കാളും ഇഷ്ടം ഇത് കൈ പിടിക്കാനാണ്. കാരണം കുറച്ചുകൂടി എർഗണോമിക് ഫീലിങ്ങും ആ ഒരു ഐഫോൺ എയറിൻ്റെ തിന്നസ് നമുക്ക് സ്റ്റിൽ ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷേ മറ്റേത് വെക്കുമ്പോൾ മൊത്തത്തിലൊരു ബൾക്കി ഫീലിംഗ് ആണ്.
ഇനിയിപ്പോൾ നമുക്ക് ഈ പുതിയ ബാറ്ററി പാക്ക് നമ്മുടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള iPhone 17 പ്രോയിലാണ് വെച്ച് നോക്കാം. നമ്മൾ വെച്ച് നോക്കുമ്പോൾ കാണുന്ന പോലെ ഇത് എന്തായാലും 17 പ്രോയിൽ കയറുമില്ല, തള്ളി നിൽക്കുക. നമ്മൾ ചിരിച്ചു വെക്കാൻ നോക്കിയാൽ പോലും ഈ സാധനം കയറുമില്ല. പിന്നെയുള്ള നമ്മുടെ ഒരു ഹോപ്പ് എന്ന് പറയുന്നത് നമ്മുടെ iPhone 17 Pro Max ആണ്. അപ്പോൾ നമ്മൾ ഓർക്കും ഇത് നല്ല വലിപ്പമുള്ള ഫോണല്ലേ, അതുകൊണ്ട് അതിൽ കയറുമായിരിക്കണം. പക്ഷെ നമ്മൾ വെച്ച് നോക്കുമ്പം അതിൻ്റെ ആ മാഗ്നറ്റിക് റിംഗ് എന്തായാലും ഈ 17 Pro Maxുമായിട്ടും അലൈൻ ആണല്ലേ. ആക്ച്വലി ഞാൻ സർപ്രൈസ് ആണ്, കാരണം ആ 17 Pro Maxിനേക്കാളും കുറച്ചുകൂടി തള്ളി നിൽക്കുന്നുണ്ട് ഈ എയറിൻ്റെ ബാറ്ററി പാക്ക് വെക്കുമ്പോൾ. കാരണം അതിൻ്റെ ആ എയറിൻ്റെ ചെറിയ പ്ലാറ്റൊക്കെ വേണ്ടി ഡിസൈൻ ചെയ്തേക്കുന്നതാണ്. അതുകൊണ്ട് ഈ പ്രോ മാക്സിന് തള്ളി നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഇത് iPhone Airൽ മാത്രമേ വർക്ക് ചെയ്തിട്ടുള്ളൂ ഈ സംഭവം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തായാലും നമ്മുടെ iPhone Air അൺബോക്സ് ചെയ്തിട്ട് നോക്കി, അതിൻ്റെ നമ്മളെ ഇനീഷ്യൽ ഇംപ്രഷൻ നോക്കി. എന്തായാലും കയ്യിൽ പിടിച്ച് നോക്കുമ്പോൾ വളരെ തിന്നാണ് സാധനം. നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, നിങ്ങളത് കയ്യിൽ തന്നെ പിടിക്കണം. നമ്മൾ ഫോട്ടോസ് കണ്ടാൽ ഇറ്റ് ഡസൻറ്റ് ഡു ജസ്റ്റിസ്. എന്തായാലും നമ്മളൊരു പ്രോ കയ്യിൽ പിടിച്ച് നോക്കുവാണെങ്കിൽ നമുക്ക് അതിൻ്റെ വ്യത്യാസം കാണാം. ആ രണ്ട് ഫോണും തമ്മിൽ ആരും തമ്മിലുള്ള വ്യത്യാസമാണ്. പണ്ടാരം എയർ ഡ്രോപ്പ് ചെയ്യാൻ നോക്കുകയാണ്, ആരും തമ്മിലുള്ള വ്യത്യാസമാണ് നമ്മുടെ iPhone Airഉം പ്രോയും തമ്മിൽ. തിക്നെസ്സിൻ്റെ കാര്യത്തിൽ ഒന്നും പറയാനില്ല. എന്തായാലും കേസ് ഇല്ലാതെ ആയിരിക്കും ഉപയോഗിക്കുന്ന അടുത്ത 1.5 ആഴ്ച ഈ ഫോൺ. അതുകൊണ്ട് എന്തായാലും നമ്മുടെ ഡെയിലി യൂസിൽ ബാറ്ററി ലൈഫ് എങ്ങനെ ഉണ്ടെന്ന് നമുക്കറിയാൻ പറ്റും. ഞാൻ എൻ്റെ നേരത്തെ 16 Pro ആയിരുന്നെങ്കിലും കേസ് ഇല്ലാതെ ഉപയോഗിച്ചു. അതുകൊണ്ട് കുറച്ച് നാൾ അത് കേസ് ഇല്ലാതെ ഉപയോഗിച്ചിട്ട് ഇനി ഇതിലേക്ക് വരുമ്പം ഞാൻ നോക്കാം എങ്ങനെ ഉണ്ടെന്ന് ഈ ഫോൺ ഉപയോഗിച്ചിട്ട്. മെയിനായിട്ടുള്ള എൻ്റെ ഒരു പ്രശ്നം ബാറ്ററി ലൈഫാണ്. ക്യാമറ ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നു, ഇറ്റ്സ് നോട്ട് ടു ബാഡ്. ഞാനൊരു ഫോട്ടോ ഇപ്പോൾ കാണിക്കാം. നമ്മൾ സ്റ്റുഡിയോ വെച്ച് അപ്പിയുടെ ഫോട്ടോ എടുത്താൽ പിന്നെ ഫ്രണ്ട് ക്യാമറയിലത്തെ ഫോട്ടോസും കാണിച്ചു തരാം ഇതിലെടുത്തത്. ക്യാമറ വൈസ് ഐ തിങ്ക് ക്വാളിറ്റി വലിയ കുഴപ്പമില്ല, പക്ഷേ 2x നമുക്ക് കിട്ടും. പോർട്രേറ്റ് മോഡിലാണെങ്കിലും 1x 2x ആണ് പോർട്രേറ്റ് മോഡ് ഉള്ളത്. പിന്നെ നോർമൽ ആണെങ്കിലും 1x 2x ആണ്. പക്ഷേ ഇതിൽ 0.5x ഇല്ല, അതാണ് ഞാൻ കണ്ട ക്യാമറയിൽ. അപ്പം 0.5x ക്യാമറ പോയി. പക്ഷേ ഒരു ക്യാമറ ആണെങ്കിലും ആ പറയുന്ന ഫ്യൂഷൻ ക്യാമറ ആയിട്ട് 1x and 2x അത് ബേസിക്കലി ആ മെഗാ പിക്സൽ ക്രോപ്പ് ചെയ്യുന്നു. 48 നമ്മൾ ക്രോപ്പിംഗ് ചെയ്ത് എടുക്കുന്നതാണ് ഒരു ഫ്യൂഷൻ ക്യാമറ എന്ന് പറയുന്നത്. പക്ഷേ ഒറ്റ ക്യാമറയാണ്, അതിന് 2 ആസ്പെക്ട് വെച്ച് കിട്ടുന്നത് അങ്ങനെയാണ്. പക്ഷേ എന്തായാലും വൈഡ് ആംഗിൾ ക്യാമറ ഇതിലില്ല. നമ്മുടെ iPhone 17 വൈഡ് ആംഗിൾ ഉണ്ട്, പക്ഷേ ഇതിൽ വൈഡ് ആംഗിൾ ഇല്ല. പക്ഷേ അതിൻ്റെ ക്യാമറ കൺട്രോൾ ബട്ടൺ ഇപ്പോൾ അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഈ സൈഡിൽ ക്യാമറ കൺട്രോൾ ബട്ടൺ അവർ അതേപോലെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. സംഭവം ഇത്ര തിന്നാക്കിയെങ്കിലും ജസ്റ്റ് അത്രയും വലിപ്പത്തിൽ ക്യാമറ കൺട്രോൾ ബട്ടൺ ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു ഫൺ ഫാക്റ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ചാർജിങ് പോർട്ട് എസിമെട്രിക് ആയിട്ട് വെച്ച്, ഇങ്ങനെ കറക്റ്റ് സെൻറ്ററിലല്ല. അവരെന്തോ ഇതിനു വേണ്ടി മാത്രമായിട്ട് ഡിസൈൻ ചെയ്ത ഒരു USB-C പോർട്ടാണ്. അപ്പോൾ അത് ഓഫ് സെൻറ്ററായിട്ട് കുറച്ച് താലോട്ട് ചേർന്നാണ് ഇരിക്കുന്നത് പ്രാവശ്യത്തെ ചാർജിങ് പോർട്ട്. വലിയ കാര്യമില്ല, ജസ്റ്റ് ഒരു ഫൺ തിങ് ടു ഡു. ഓക്കെ, പിന്നെ ഈ ഫോൺ ഇത്ര തിന്നാക്കാൻ വേണ്ടി അവർ ഇതിൻ്റെ സകല സാധനങ്ങൾ ഇതിൻ്റെ മേലുള്ള ഈ പ്ലാറ്റോയിലേക്കാണ് കയറ്റി വെച്ചിരിക്കുന്നത്. അതായത് ചിപ്പ്, ക്യാമറ, ഫ്രണ്ട് ക്യാമറ, സകല സെൻസേഴ്സും മേളിലുണ്ട്. പിന്നെ ഈ കാണുന്ന ഭാഗം മൊത്തം ബാറ്ററിയാണ്. അതുകൊണ്ട് ഐ ഹോപ്പ് നല്ല ബാറ്ററി ലൈഫ് ആയിരിക്കുമെന്ന്. വൺസ് അഗൈൻ നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട് ബാറ്ററി ലൈഫ് എന്ന്. കൈ പിടിക്കുമ്പോൾ ഒരു രക്ഷയില്ല മോനെ. ഐ ലവ് ദിസ് ഫോൺ. എന്തായാലും നമ്മുടെ ഒരു 3-4 കൊല്ലം കഴിയുമ്പോൾ ഇതാണ് നമ്മുടെ ഫ്യൂച്ചർ. അടുത്ത ഒരു വരുന്ന പ്രോസും കാര്യങ്ങളൊക്കെ ഈ ഒരു സൈസ് ആയിരിക്കും. ഇനി ബാറ്ററി ടെക്നോളജി ബെറ്റർ ആകുന്ന അനുസരിച്ച് ഈ ഒരു കുറച്ചും കൂടെ കോമ്പാക്ട് ഡിസൈൻ തന്നെ ബെറ്റർ ബാറ്ററി ലൈഫ് കിട്ടുമ്പോൾ എന്തായാലും ദിസ് ഇസ് ദ ഫ്യൂച്ചർ ഓഫ് ഐഫോൺസ് റൈറ്റ് ഹിയർ നമ്മൾ കാണുന്നത്. ഇതൊരു ജസ്റ്റ് സ്നീക്ക് പീക്ക് ആണ്. അവർ സോഫ്റ്റ് ട്രയലായിട്ട് നമ്മളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ഈ ഒരു സ്മോൾ ഫോൺ ഫാക്ടറിലേക്ക്. പക്ഷേ സൈസ് വൈസ് ആണെങ്കിൽ എനിക്ക് സ്ക്രീനിൻ്റെ വലിപ്പം നമ്മുടെ ഒരു പ്രോ മാക്സിൻ്റെയും പ്രോയുടെയും നടുക്കുള്ള സൈസാണ് സ്ക്രീൻ സൈസ്. അതുകൊണ്ട് നോട്ട് ടു ബിഗ് നോട്ട് ടു സ്മോൾ. പ്രോ മാക്സ് ഉപയോഗിക്കുന്നവർക്ക് ഭയങ്കര വലുപ്പമാണെന്ന് തോന്നിയാൽ ഇത് അത്ര വലുപ്പമായി തോന്നത്തില്ല. കാരണം ഓൾറെഡി ഇതിൻ്റെ തിക്നെസ് കുറച്ചുകൊണ്ട് വളരെ തിന്നാണ് ഫോൺ. അതുകൊണ്ട് അങ്ങനെ ഒരു വലിപ്പക്കൂടുതൽ ഫീൽ ചെയ്യത്തില്ല. എന്തായാലും മറ്റൊരു നോട്ടബിൾ ഫീച്ചർ എന്ന് പറയുന്നത് ഇത് ഇത്ര ചെറിയ ഫോണാണെങ്കിലും അവരുടെ ഏറ്റവും ഫ്ലാഗ്ഷിപ്പ് ചിപ്പായ A19 Pro ചിപ്പാണ് നമ്മുടെ iPhone Airൽ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതായത് നമ്മുടെ iPhone Pro അല്ലെങ്കിൽ പ്രോ മാക്സ് ഡിവൈസ് മേടിച്ചാൽ കിട്ടുന്ന ആ സെയിം A19 Pro ചിപ്പാണ് ഉണ്ടാക്കുന്നത്. പക്ഷേ നമ്മുടെ iPhone 17 വെറും A19 ചിപ്പാണ് ഉണ്ടാക്കുന്നത്. പക്ഷെ എന്തായാലും ഉപയോഗിച്ച് നോക്കുമ്പോൾ അറിയാം ഈ ചെറിയ ബോർഡിൽ അതിൻ്റെ പെർഫോമൻസ് ഒക്കെ കിട്ടുന്നുണ്ടോയെന്ന്. ബെഞ്ച് മാർക്ക് ടെസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ വരും. 17 Proയും 17 Airഉം തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അതിൻ്റെ വ്യത്യാസം എങ്ങനെ ഉണ്ടെന്ന്. പിന്നെ ഇതിനകത്ത് ഇതിൻ്റെ ആക്ഷൻ ബട്ടണും സ്റ്റില്ലുണ്ട് iPhone Airൽ. അപ്പോൾ ആക്ഷൻ ബട്ടണും ക്യാമറ കൺട്രോൾ ബട്ടണും അതേപോലെ ഇതിലുണ്ട്. മെയിനായിട്ട് നമ്മൾ ഇതിൽ ലൂസ് ചെയ്യുന്നത് കുറച്ച് ബാറ്ററി ലൈഫ് പോകും, പിന്നെ ആ ക്യാമറയും പോയി. അതൊക്കെ നിങ്ങൾ സാക്രിഫൈസ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ ലോകത്തെ ഏറ്റവും തിന്നസ്റ്റ് ഐഫോൺ കിട്ടും. തിന്നസ്റ്റ് ഫോൺ അല്ല, ഐ തിങ്ക് ഇറ്റ്സ് ലൈക്ക് 3rd thinnest phone in the world. പക്ഷെ അപ്പം ആപ്പിൾ ഉണ്ടാക്കി വെച്ച് ഏറ്റവും തിന്നസ്റ്റ് ഐഫോൺ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതെടുക്കാം. ആര് കയ്യിൽ പിടിച്ചാലും അവർ വണ്ടർ അടിച്ചു പോകും ഇത് കൈ പിടിക്കും. കാരണം വളരെ തിൻ ലൈറ്റ് വെയിറ്റ് ഫീലിംഗ് ആണ്. ഒരു പുതിയ ഫോൺ എടുത്തുള്ള ഫീലിംഗ് ഇതെന്തായാലും നിങ്ങൾ ഉപയോഗിച്ചാൽ കിട്ടും. ബാക്കിയുള്ള ഉപയോഗിച്ചാൽ ഒരു പുതിയ ഫോൺ ഉപയോഗിച്ച ഫീലിംഗ് കിട്ടത്തില്ല. പ്രത്യേകിച്ച് 17 Pro ഒരു വ്യത്യാസമില്ല. അപ്പം അതാണ് ഗൈസ് നമ്മുടെ iPhone Airന്റെ ഒരു ഇനിഷ്യൽ ഇംപ്രഷൻസ് അൺബോക്സിംഗ് ആൻഡ് റിവ്യൂ. അപ്പോൾ സ്റ്റേ ട്യൂൺ. നമ്മുടെ ഒരു 2 വീക്ക് അപ്ഡേറ്റ് ചെയ്ത് ഉപയോഗിച്ചിട്ടുണ്ട് ബാറ്ററി ലൈഫും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടി. എന്തായാലും ഉപയോഗിച്ചിട്ട് നിങ്ങൾ അറിയിക്കാനായിരിക്കും. സ്റ്റേ ട്യൂൺ. എബിൻസ് ടെക് റൂം. പീസ് ഔട്ട്.